ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സിവിൽ അറ്റ് 7 എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബാക്കി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഏറ്റവും ആദ്യം എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിങ്ങിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. ആസ് പെർ IS 1172/1963 വാട്ടർ റിക്വയർഡ് പെർ ഹെഡ് പെർ ഡേ ഫോർ ആവറേജ് ഡൊമസ്റ്റിക് പർപ്പസസ്. അതായത് ഒരു ആവറേജ് ഡൊമസ്റ്റിക് പർപ്പസിന് വേണ്ടിയിട്ട് എത്ര ലിറ്റേഴ്സ് ഓഫ് വാട്ടറാണ് നമുക്ക് വേണ്ടതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിനെന്ന് പറഞ്ഞാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടേം എന്ന് പറഞ്ഞാൽ പെർ ക്യാപിറ്റ വാട്ടർ ഡിമാൻഡ് എന്നുള്ളതാണ്. പെർ ക്യാപിറ്റ വാട്ടർ ഡിമാൻഡ് എന്ന് പറയുമ്പോൾ വാട്ടർ ഡിമാൻഡ് അതായത് ടോട്ടൽ ആനുവൽ ആവറേജ് കൺസംപ്ഷൻ ഓഫ് വാട്ടർ ബൈ 365 ഇൻറ്റു പോപ്പുലേഷനെയാണ് നമ്മൾ പെർ ക്യാപിറ്റ വാട്ടർ ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇനി ഒരു ആവറേജ് ഇന്ത്യൻ സിറ്റിക്ക് ഒരു ആവറേജ് ഇന്ത്യൻ സിറ്റി വിത്തൗട്ട് ഫുൾ ഫ്ലഷിംഗ് സിസ്റ്റം ഉണ്ട്, വിത്ത് ഫുൾ ഫ്ലഷിംഗ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും പെർ ക്യാപിറ്റ വാട്ടർ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ അത് വ്യത്യാസമായിരിക്കും. ഓക്കെ, ഇനി ഒരു ആവറേജ് ഇന്ത്യൻ സിറ്റി വിത്തൗട്ട് ഫുൾ ഫ്ലഷിംഗ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ വിത്തൗട്ട് ഫുൾ ഫ്ലഷിംഗ് രണ്ടുണ്ട്, വിത്തൗട്ട് ഫുൾ ഫ്ലഷിംഗ് ആൻഡ് വിത്ത് ഫുൾ ഫ്ലഷിംഗ്. വിത്തൗട്ട് ഫുൾ ഫ്ലഷിംഗ് ആണ് എന്നുണ്ടെങ്കിൽ ഫോർ ഡൊമസ്റ്റിക് യൂസിന് വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട്, അതായത് 50 to 60% ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡൊമസ്റ്റിക് യൂസിന് വേണ്ടിയിട്ട്. 50 to 60% ആണ് യൂസ് ചെയ്യുന്നത്. അതായത് ടോട്ടൽ വാട്ടർ ഡിമാൻഡിൻ്റെ 50 to 60% നമ്മൾ ഡൊമസ്റ്റിക് പർപ്പസിനാണ് യൂസ് ചെയ്യുന്നത്. അതായത് 135 ലിറ്റേഴ്സ് പെർ ക്യാപിറ്റ പെർ ഡേ. ഓക്കെ, ഇനി വിത്ത് ഫുൾ ഫ്ലഷിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് 200 LPCD. അതും അപ്പോൾ കോമൺ ആയിട്ട് ജനറലായിട്ട് നമുക്ക് പറഞ്ഞാൽ ഇറ്റ് ഈസ് 50 to 60% ഓഫ് ടോട്ടൽ വാട്ടർ ഡിമാൻഡ് ആൻഡ് ഇറ്റ് ഈസ് 135 LPCD for full flushing and without full flushing and 200 LPCD with full flushing. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന് മുന്നേ ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി ഡൊമസ്റ്റിക് പർപ്പസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. അതിൻ്റെ കൂടെ തന്നെ ഓർത്ത് വെക്കേണ്ടതാണ് ഇൻഡസ്ട്രിയൽ നീഡ്സിൻ്റെ കാര്യം. ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്ഷ്യൽ യൂസിന് വേണ്ടിയിട്ട് 20 to 25 LP% ഓഫ് വാട്ടറാണ് മാറ്റി വെക്കാറുള്ളത്. അതായത് ഫോർ ആവറേജ് ഇന്ത്യൻ സിറ്റി വിത്തൗട്ട് ഫുൾ ഫ്ലഷിംഗ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിലും 70 LPCD വരും. വിത്ത് ഫുൾ ഫ്ലഷിംഗ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിലും 70 LPCD ആണ് അതിൻ്റെ കേസിൽ വരുന്നത്. ഇത് ഇൻഡസ്ട്രിയൽ. ഇനി ഫോർ തെഫ്റ്റ് ആൻഡ് വേസ്റ്റേജ് എന്ന് പറഞ്ഞിട്ടും നമ്മൾ മാറ്റി വെക്കാറുണ്ട്. ഫോർ തെഫ്റ്റ് ആൻഡ് വേസ്റ്റേജിന് വേണ്ടിയിട്ട് 15 to 20% ആണ് മാറ്റി വെക്കാറ്. 15 to 20%. അതെന്ന് പറയുമ്പോൾ വരുന്നത് 55 LPCD ആണ്. 55 LPCD. ഓക്കെ, ഇനി പബ്ലിക് യൂസിന് വേണ്ടിയിട്ട് 15 to 20 ജസ്റ്റ് 5% മാത്രമേ മാറ്റി വെക്കാറുള്ളൂ. ആൻഡ് ഇറ്റ് ഈസ് 10 LPCD ആണ് വരുന്നത്. ഇനി ഓർത്ത് വെക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഫയർ ഡിമാൻഡ് ഉണ്ട്. അതായത് എവിടെയെങ്കിലും തീ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വാട്ടർ മാറ്റി വെക്കാറുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 5 to 10% ആണ്. ഓക്കെ,
5 to 10% നമ്മൾ അങ്ങനെ മാറ്റി വെക്കാറുള്ളത്. 5 to 10%, അതായത് 1 to 4 LPCD വരും. 1 to 4 LPCD വരും. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഈ പബ്ലിക് യൂസിൻ്റെത് 5% ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്, അത് നോക്കിയിട്ട് പറയാം. സോ ഇവിടെ ഇപ്പം ഓർത്ത് വെക്കേണ്ടത് ഏറ്റവും ടോട്ടലായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 270 LPCD ആണ് ടോട്ടലായിട്ട് ഉള്ളത്. ഓക്കെ, 270 LPCD ഫോർ ഫുൾ ഫ്ലഷിങ് ആൻഡ് വിതൗട്ട് ഫുൾ ഫ്ലഷിങ് ആൻഡ് 335 LPCD വിത്ത് ഫുൾ ഫ്ലഷിങ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓർത്ത് വെക്കേണ്ടത് ഡൊമസ്റ്റിക് വാട്ടർ ഡിമാൻഡാണ് ഏറ്റവും കൂടുതലായിട്ട് ഓർത്ത് വെക്കേണ്ടത്. ഡൊമസ്റ്റിക് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് 135 LPCD ആണ് വിത്തൗട്ട് ഫുൾ ഫ്ലഷിങ് സിസ്റ്റം ഉള്ളത്. അപ്പോൾ ഇവിടെ എന്താണ്? ഓപ്ഷൻ എ 50 ലിറ്റേഴ്സ്, ഓപ്ഷൻ ബി 65 ലിറ്റേഴ്സ്, ഓപ്ഷൻ സി 85 ലിറ്റേഴ്സ് ആൻഡ് ഓപ്ഷൻ ഡി 105 ലിറ്റേഴ്സ് ആൻഡ് ഓപ്ഷൻ ഇ 135 ലിറ്റേഴ്സ്. ആൻസർ വരിക ഓപ്ഷൻ ഇ 135 ലിറ്റേഴ്സ് ആണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ഓഫ് സേഫ് ഡ്രിങ്കിങ് വാട്ടർ മസ്റ്റ് ബി. അപ്പോൾ ഇവിടെ സേഫ് ഡ്രിങ്കിങ് വാട്ടറിൻ്റെ BODയുടെ ലിമിറ്റാണ് ചോദിച്ചിരിക്കുന്നത്. BOD എന്ന് പറയുന്ന അതിൻ്റെ ഫുൾ ഫോം തന്നെ എക്സാംസും ചോദിക്കാറുണ്ട്. അപ്പം നമുക്ക് എക്സാം പേപ്പറിൽ കുറേ ഓപ്ഷൻസ് വരുമ്പോൾ കൺഫ്യൂഷൻ ആവുന്ന ഒരു ഫുൾ ഫോം കൂടെയാണ്. ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ചോദിക്കും, ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്നും കാണും. അപ്പോൾ BOD എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ആണെന്ന് ഓർത്ത് വച്ചേക്കാം. അപ്പോൾ മൈക്രോ ഓർഗാനിസംസിന് ഓക്സിജൻ റിക്വയർഡാണ്. എന്തിന്? ഓർഗാനിക് മാറ്റേഴ്സിനെ ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം എത്രമാത്രം ഓക്സിജൻ റിക്വയർഡ് ആണ് എന്നുള്ളതിൻ്റെ ആ ഒരു കൗണ്ടാണ് BOD എന്ന് പറയുന്നത്. ഓക്കെ, ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ഇസ് ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ റിക്വയർഡ് ബൈ മൈക്രോ ഓർഗാനിസംസ് ടു ഓക്സിഡൈസ് ബയോഡീഗ്രേഡബിൾ ഓർഗാനിക് മാറ്റർ. നോട്ട് ചെയ്യുക, ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ള ഓർഗാനിക് മാറ്ററിനെ ഡീകമ്പോസ് ചെയ്യാൻ മൈക്രോ ഓർഗാനിസംസിന് എത്ര ഓക്സിജൻ ആവശ്യമാണ് എന്നുള്ളതാണ് BOD കൊണ്ട് പറയുന്നത്. അപ്പോൾ കൂടുതൽ ഡീഗ്രേഡബിൾ ഓർഗാനിക് മാറ്റർ വെള്ളത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം കൂടുതൽ ഓക്സിജൻ ആവശ്യമാണ് മൈക്രോ ഓർഗാനിസംസിന്. എന്തിന്? അതിനെ ഡീഗ്രേഡ് ചെയ്യാൻ. അപ്പോൾ ആ മൈക്രോ ഓർഗാനിസംസ് യൂസ് ചെയ്യുന്ന ഓക്സിജൻ്റെ അളവ് വെച്ച് നമുക്ക് വെള്ളത്തിൻ്റെ പ്യൂരിറ്റി മനസ്സിലാക്കാൻ പറ്റും. ഇനി ഡ്രിങ്കിങ് വാട്ടറിൽ വന്നിട്ട് ഈ BODയുടെ ലിമിറ്റാണ് ചോദിച്ചേക്കുന്നത്. ഇറ്റ് മസ്റ്റ് ബി 0 mg/L. ഇവിടെ ഓപ്ഷൻസിൽ എന്തൊക്കെയാണുള്ളത്? നിൽ എന്നുണ്ട്, 5 ഉണ്ട്, 10, 15, 20. അപ്പോൾ ആൻസർ വരിക ഓപ്ഷൻ എ ആണ്. ഇനി BODയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തു നിന്ന് ചോദിക്കാറുള്ള മറ്റൊരു കാര്യം, സ്റ്റാൻഡേർഡ് BOD എന്ന് പറയുന്നത് BOD 5 day BOD ആണ്. BOD at 5 day. ഓക്കെ, അതായത് ഇനീഷ്യലി നമ്മൾ വാട്ടർ സാമ്പിൾ എടുത്തിട്ട് അതിൻ്റെ അകത്തുള്ള ഡിസോൾഡ് ഓക്സിജൻ്റെ എമൗണ്ട് നോക്കും. അത് കഴിഞ്ഞ് അത് ഇൻക്യുബേഷന് വെച്ചതിന് ശേഷം DO ഫൈനൽ നോക്കും. എന്നിട്ട് DO ഇനിഷ്യൽ മൈനസ് DO ഫൈനൽ ഇൻറ്റു ഡൈല്യൂഷൻ ഫാക്ടർ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ BODയുടെ വാല്യൂ കിട്ടുന്നത്. സ്റ്റാൻഡേർഡ് BOD എന്ന് പറയുന്നത് BOD at 5 ഡേനെയാണ് സ്റ്റാൻഡേർഡ് BOD എന്ന് പറയുന്നത്. ഇനി BOD ടെസ്റ്റ്, ഡിസോൾഡ് ഓക്സിജൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി BOD ടെസ്റ്റ് ചെയ്യാനുള്ള ബോട്ടിലിൻ്റെ സൈസും ചോദിക്കാറുണ്ട്. ഇറ്റ് ഈസ് 300 ml. 300 ml ബോട്ടിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ദിസ് ഈസ് ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ സ്പെസിഫിക് റിറ്റൻഷൻ ഇസ് ലീസ്റ്റ് ഇൻ കേസ് ഓഫ് ഓപ്ഷൻ എ ക്ലേ, ഓപ്ഷൻ ബി സാൻഡ്, ഓപ്ഷൻ സി സിൽട്ട്, ഓപ്ഷൻ ഡി കോഴ്സ് ഗ്രാവൽ. അപ്പോൾ ഇവിടെ സ്പെസിഫിക് റിറ്റൻഷൻ എന്ന് പറഞ്ഞൊരു ടേമാണ് വന്നിരിക്കുന്നത്. സ്പെസിഫിക് റിറ്റൻഷൻ എന്തായിരിക്കും? ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അതായത് ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസ്, ഇപ്പം ഒരു അക്വിഫർ ആണെന്ന് വെച്ചോളൂ. അക്വിഫർ എന്ന് പറഞ്ഞാൽ എന്താണ്? അക്വിഫറിന് വെള്ളം
സ്റ്റോർ ചെയ്യാനുള്ള കഴിവുണ്ട്, അതേപോലെ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് അല്ലേ. അപ്പോൾ ഇപ്പോൾ ഒരു അക്വിഫർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്പെസിഫിക് റിട്ടൻഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് വാട്ടർ ഹെൽഡ് എഗെയിൻസ്റ്റ് ഗ്രാവിറ്റി ടു ടോട്ടൽ വോളിയം ഓഫ് ദ അക്വിഫർ എന്നാണ്. വെള്ളത്തിന് എഗെയിൻസ്റ്റ് ഗ്രാവിറ്റിക്ക് എഗെയിൻസ്റ്റ്, അതായത് വാട്ടർ ഒഴുകി പോകുന്നതിൽ നിന്നും എത്ര അതിനെ പിടിച്ചു നിർത്താൻ പറ്റും എന്നുള്ളതിനെയാണ് സ്പെസിഫിക് റിട്ടൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞേക്കുന്ന ഇത്രയും സംഭവങ്ങളിൽ ഏതിനാണ് സ്പെസിഫിക് റിട്ടൻഷൻ ഏറ്റവും കുറവുള്ളത് എന്നാണ്. അപ്പോൾ നമുക്ക് ചിലപ്പം സാൻഡ് ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്, സിൽറ്റും ഒക്കെ. ക്ലേ നമുക്ക് എന്തായാലും ഡൗട്ട് വരത്തില്ല, ബിക്കോസ് ക്ലേക്ക് സ്പെസിഫിക് റിട്ടൻഷൻ കൂടുതലാണ്, നമുക്ക് അറിയാൻ പറ്റും. അപ്പം പക്ഷേ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, കോഴ്സ് ഗ്രാവലാണ്. കോഴ്സ് ഗ്രാവലിനാണ് സ്പെസിഫിക് റിട്ടൻഷൻ ഏറ്റവും കുറവ് എന്ന് പറയാൻ പറ്റുന്നത്. ഓക്കെ, ഇനി സ്പെസിഫിക് റിട്ടൻഷൻ്റെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെയുള്ളൊരു ടേമാണ് സ്പെസിഫിക് ഈൽഡ്. അപ്പോൾ സ്പെസിഫിക് ഈൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ടർ ഒബ്റ്റെയിൻഡ് അണ്ടർ ഗ്രാവിറ്റി ടു ടോട്ടൽ വോളിയം ഓഫ് അക്വിഫർ ആണ്. ഗ്രാവിറ്റി മൂലം എത്ര വെള്ളം ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ട് ടു ടോട്ടൽ വോളിയം ഓഫ് അക്വിഫർ. ഇനി സ്പെസിഫിക് റിട്ടൻഷൻ എന്ന് പറഞ്ഞാൽ എഗെയിൻസ്റ്റ് ഗ്രാവിറ്റി എത്ര വാട്ടറിനെ പിടിച്ചു നിർത്താൻ പറ്റിയിട്ടുണ്ട് ടു ടോട്ടൽ വോളിയം ഓഫ് അക്വിഫർ. അതാണ് സ്പെസിഫിക് റിട്ടൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പെർമിബിലിറ്റി എന്താണെന്ന് അറിയാലോ. പെർമിബിലിറ്റിയും ട്രാൻസ്മിസിവിറ്റിയും അതും ഇതേപോലെ തന്നെ കൺഫ്യൂഷൻ വരുന്ന രണ്ട് ടേംസാണ്. അപ്പോൾ പെർമിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ത്രൂ യൂണിറ്റ് ക്രോസ് സെക്ഷണൽ ഏരിയ അണ്ടർ യൂണിറ്റ് ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് വാട്ടർ എത്ര ഫ്ലോ ചെയ്തു എന്നുള്ളതാണ്. ട്രാൻസ്മിസിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അണ്ടർ യൂണിറ്റ് വിഡ്ത്ത്, ഒരു യൂണിറ്റ് വിഡ്ത്തിൽ ത്രൂ ഔട്ട് ദ ലെങ്ത്ത് വാട്ടർ ഫ്ലോ ചെയ്യാനുള്ള ആ ഒരു റേറ്റ് ഓഫ് ഫ്ലോനെയാണ് ട്രാൻസ്മിസിബിലിറ്റി എന്ന് പറഞ്ഞാൽ. നമുക്ക് പിന്നെ നോക്കാം. സോ ഇവിടെ സ്പെസിഫിക് റിട്ടൻഷനും സ്പെസിഫിക് ഈൽഡും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടർബിഡിറ്റി ഓഫ് റോ വാട്ടർ ഇസ് എ മെഷർ ഓഫ്. ആൻസർ നമുക്ക് ടർബിഡിറ്റിയുടെ കുറേ ക്വസ്റ്റ്യൻസ് ഇതിന് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ്. ഫിസിക്കൽ വാട്ടർ ക്വാളിറ്റി പാരാമീറ്റേഴ്സിൻ്റെയും കെമിക്കൽ വാട്ടർ ക്വാളിറ്റി പാരാമീറ്റേഴ്സിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ് നോക്കിയപ്പോൾ അപ്പോൾ ഇവിടെ ടർബിഡിറ്റി എന്ന് പറയുന്നത് എന്തിൻ്റെ മെഷറായിട്ടാണെന്ന് ചോദിച്ചിരുന്നു. എന്താണ്? സസ്പെൻഡഡ് സോളിഡ്സ് അല്ലേ. സസ്പെൻഡഡ് സോളിഡ്സിൻ്റെ മെഷറാണ് ടർബിഡിറ്റി എന്ന് പറയുന്നത്. പിന്നെ ടർബിഡിറ്റിക്ക് പ്രത്യേകിച്ച് കുറച്ച് വാല്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ടർബിഡിറ്റിയുടെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ എമൗണ്ട് ബൈ വിച്ച് ലൈറ്റ് ഇസ് അബ്സോർബ്ഡ് ഓർ സ്കാറ്റേർഡ് ബൈ എ സസ്പെൻഡഡ് ഇംപ്യൂരിറ്റി എന്നുള്ളതാണ്. ടർബിഡിറ്റി ലിമിറ്റ് 5 to 10 JTU ആണ്. ടർബിഡിറ്റി യൂണിറ്റ് ആണ്. ഇനി ടർബിഡിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ലൈറ്റ് അബ്സോർപ്ഷൻ പ്രിൻസിപ്പിളിലും ലൈറ്റ് സ്കാറ്ററിംഗ് പ്രിൻസിപ്പിളിലും വർക്ക് ചെയ്യുന്ന ടർബിഡിറ്റി മീറ്റേഴ്സ് ഉണ്ട്. ലൈറ്റ് അബ്സോർപ്ഷൻ പ്രിൻസിപ്പിളിൽ വർക്ക് ചെയ്യുന്നത് ടർബിഡിറ്റി റോഡ്, ജാക്സൺസ് ടർബിഡിറ്റി മീറ്റർ, ബെയിലിസ് ടർബിഡിറ്റി മീറ്റർ, ഹെലിച്ച് ടർബിഡിറ്റി മീറ്റർ. ലൈറ്റ് സ്കാറ്ററിംഗ് പ്രിൻസിപ്പിളിൽ വർക്ക് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ നെഫെല്ലോ മീറ്റർ. ഇനി ടർബിഡിറ്റി റോഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫീൽഡ് മെഷർമെൻറ്റിന് വേണ്ടിയിട്ടാണ് ടർബിഡിറ്റി റോഡ് യൂസ് ചെയ്യുന്നത്. ജാക്സൺസ് ടർബിഡിറ്റി മീറ്റർ ആണെന്നുണ്ടെങ്കിൽ 25 JTUവിനെക്കാട്ടിലും കൂടുതൽ ടർബിഡിറ്റി വാല്യൂസ് ഉള്ള സാമ്പിൾസിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജാക്സൺസ് ടർബിഡിറ്റി മീറ്റർ യൂസ് ചെയ്യുന്നത്. ഇനി ബെയിലിസ് ടർബിഡിറ്റി മീറ്റർ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ടർബിഡിറ്റി വാല്യൂ കുറവുള്ള സാമ്പിൾസിനെ നമുക്ക് അത് വെച്ച് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് 0 to 2 ppm 0 to 5 ppm ഒക്കെ ഉള്ളതിനെയും നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഹെലിജ് വന്നിട്ട് ടർബിഡിറ്റി ലെസ് ദാൻ 50 JTU ഉള്ളതിനെയാണ് ടെസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഇനി ലൈറ്റ് സ്കാറ്ററിംഗ് പ്രിൻസിപ്പിളിൽ വർക്ക് ചെയ്യുന്നതാണ് നെഫെല്ലോ മീറ്റർ എന്ന് പറഞ്ഞത്. അത് 0 to 1 ppm ടർബിഡിറ്റി ഉള്ളതിനെ മെഷർ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നെഫെലോമെട്രിക് ടർബിഡിറ്റി യൂണിറ്റ് ആണ്, ഓർ ഫോർമസിൻ ടർബിഡിറ്റി യൂണിറ്റ് വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ടർബിഡിറ്റിയിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. പിന്നെ ടർബിഡിറ്റി മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് സിലിക്ക സ്കെയിൽ. ഓക്കെ, സിലിക്ക സ്കെയിലാണ്. അപ്പോൾ ഇവിടെ ടർബിഡിറ്റി ഓഫ് റോ വാട്ടർ ഇസ് എ മെഷർ ഓഫ് സസ്പെൻഡഡ് സോളിഡ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫയർ ഡിമാൻഡ് ഓഫ് എ സിറ്റി മേ ബി വർക്ക്ഡ് ഔട്ട് ബൈ.
ഓപ്ഷൻ എ കിച്ച്ലിങ്സ് ഫോർമുല, ഓപ്ഷൻ ബി ഫ്രീമാൻ ഫോർമുല, ഓപ്ഷൻ സി അണ്ടർറൈറ്റേഴ്സ് ഫോർമുല, ഓപ്ഷൻ ഡി ബെസ്റ്റൻസ് ഫോർമുല, ഓപ്ഷൻ ഇ ഓൾ ഓഫ് ദി എബോവ്. നമ്മൾ വാട്ടർ ഡിമാൻഡ് പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡൊമസ്റ്റിക് വാട്ടർ ഡിമാൻഡ് എത്രയാണ്, ടോട്ടൽ വാട്ടർ ഡിമാൻഡ് എത്രയാണ്, തെഫ്റ്റിനും വേസ്റ്റിനും വേണ്ടിയിട്ട് എത്രയാണ്, പബ്ലിക്കിന് എത്രയാണ്, ഇൻഡസ്ട്രിയൽ പർപ്പസിന് എത്രയാണെന്നൊക്കെ. എന്നിട്ട് ഏറ്റവും അവസാനം ഞാൻ ഫയർ ഡിമാൻഡിൻ്റെ കാര്യം കൂടെ പറഞ്ഞു. ഓക്കെ, അപ്പം ഫയർ ഡിമാൻഡ് വരുമ്പോഴത്തേനും ഇറ്റ് ഈസ് എത്ര 5 to 10% ആണെന്ന് പറഞ്ഞു അല്ലേ, 5 to 10% ആണെന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. വിച്ച് ഈസ് 1 to 4 LPCD ആണ് നമ്മൾ യൂസ് ചെയ്യാറ്, ഫയർ ഡിമാൻഡിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ഫയർ ഹൈഡ്രൻസിൽ ഉപയോഗിക്കുന്ന മിനിമം പ്രഷർ ചോദിക്കാറുണ്ട്. ഇറ്റ് ഈസ് 1 to 1.5 kilogram per meter square ആണ് നമ്മൾ ഫയർ ഹൈഡ്രൻസിൽ യൂസ് ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ എംപിറിക്കൽ ഫോർമുലാസ്, അത് ഫയർ ഡിമാൻഡ് കണ്ടുപിടിക്കാനുള്ള എത്ര ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ആവശ്യം വരും എന്ന് കണ്ടുപിടിക്കാനുള്ള ഫോർമുലാസ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഏറ്റവും ആദ്യത്തെ ഫോർമുലയാണ് കിച്ച്ലിങ്സ് ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ, കിച്ച്ലിങ്സ് ഫോർമുല വെച്ചിട്ട് ദ ടോട്ടൽ ഡിസ്ചാർജ് റിക്വയർഡ് ഇസ് 3182√P എന്നുള്ള ഒരു ഫോർമുലയാണ്. ഇതിൻ്റെ അകത്ത് P എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പോപ്പുലേഷൻ ഇൻ തൗസൻഡ്സ് ആണ് പറയുക. ഓക്കെ, പോപ്പുലേഷൻസ് ഇൻ തൗസൻഡ്സ്. ഡിസ്ചാർജ് നമുക്ക് കിട്ടുക ലിറ്റേഴ്സ് പെർ മിനിറ്റിലാണ് നമുക്ക് ഡിസ്ചാർജ് കിട്ടുന്നത്. ഇനി ഫ്രീമാൻസ് ഫോർമുലയുണ്ട്. ഫ്രീമാൻസ് ഫോർമുലയിൽ വന്നിട്ട് ടോട്ടൽ ഡിസ്ചാർജ് ഇസ് ഈക്വൽ ടു 1136 P/10 + 10 ആണ് വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ഇസ് നാഷണൽ ബോർഡ് ഓഫ് ഫയർ അണ്ടർറൈറ്റേഴ്സ് ഫോർമുല. ഓക്കെ, അതിൻ്റെ അകത്ത് നാഷണൽ ബോർഡ് ഓഫ് ഫയർ അണ്ടർറൈറ്റേഴ്സ് ഫോർമുല, അതിൻ്റെ അകത്ത് വരുന്നത് ഡിസ്ചാർജ് ഇസ് ഈക്വൽ ടു 4637√P ഇൻറ്റു 1 - 0.01√P എന്നുള്ളതാണ് ആ ഒരു ഫോർമുല. നെക്സ്റ്റ് വൺ ഇസ് ബെസ്റ്റൻസ് ഫോർമുല. ബെസ്റ്റൻസ് ഫോർമുലക്കകത്ത് വരുന്നത് ഡിസ്ചാർജ് ഇസ് ഈക്വൽ ടു 5663 × √P. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ ഈ ഇക്വേഷൻസൊക്കെ ഒന്ന് ചോദിച്ചേക്കും. അതല്ലാന്നുണ്ടെങ്കിൽ അത് ലെവൽ എക്സാംസിനൊക്കെ വേണ്ടിയിട്ട് മാത്രമേ ചോദിക്കത്തുള്ളൂ. 3rd ഗ്രേഡിന് എൻവയോൺമെൻറ്റിൽ നിന്നേ ക്വസ്റ്റ്യൻസ് കാണില്ല. അപ്പോൾ കാണില്ല എന്ന് പറയാൻ പറ്റില്ല, ചിലപ്പം ചോദിച്ചേക്കാം. പക്ഷേ ഇവിടെ ലെവൽ എക്സാംസിന് ചിലപ്പം ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ദ ഫയർ ഡിമാൻഡ് ഓഫ് എ സിറ്റി മേ ബി വർക്ക്ഡ് ഔട്ട് ബൈ, ഇതിൽ ഏത് ഫോർമുലയാണ്? അപ്പം ഈ 4 ഫോർമുലാസും നമ്മൾ ഫയർ ഡിമാൻഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ ഇ ഓൾ ദി എബോവ് എന്നുള്ളതാണ് ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇൻ പ്ലാസ്റ്റിക് അനാലിസിസ് ദ ഷേപ്പ് ഫാക്ടർ ഫോർ സർക്കുലർ സെക്ഷൻ ഇസ്. പ്ലാസ്റ്റിക് അനാലിസിസ് എന്താണ് എന്നുള്ളത് ഒന്ന് ജസ്റ്റ് പറഞ്ഞു തരാം. അതായത് നമ്മുടെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഫോർ സ്റ്റീൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇവിടെ സ്ട്രെസ്സ്, ഇവിടെ സ്ട്രെയിൻ, ഒരു ലീനിയർ വേരിയേഷൻ ഉണ്ടായിരിക്കും. ഇത് കഴിഞ്ഞ് കൂടിയിട്ട് കുറയും അല്ലേ. അപ്പോൾ ഈ ഒരു എ വരെയുള്ള ആ പോയിൻറ്റിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? ലിമിറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി. ഇനി ബി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് അപ്പർ ഈൽഡ് പോയിൻറ്റ്, ആൻഡ് സി എന്ന് പറഞ്ഞാൽ ലോവർ ഈൽഡ് പോയിൻറ്റ്, ഡി എന്ന് പറയുമ്പോൾ അൾട്ടിമേറ്റ് സ്ട്രെസ് പോയിൻറ്റ്, ആൻഡ് ഇ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ബ്രേക്കിംഗ് പോയിൻറ്റ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം, സ്റ്റീലിൻ്റെ കേസിൽ ഈ ബ്രേക്കിംഗ് പോയിൻറ്റ്, അതായത് അൾട്ടിമേറ്റ് ഈൽഡ് പോയിൻറ്റ്, അൾട്ടിമേറ്റ് സ്ട്രെസ് പോയിൻറ്റ് കഴിഞ്ഞ് ബ്രേക്കിംഗ് പോയിൻറ്റ് എത്തുമ്പോൾ മാത്രമേ സ്റ്റീൽ എന്ത് ചെയ്യുന്നുള്ളൂ? ഫെയിൽ ആവുന്നുള്ളൂ. പക്ഷേ നമ്മൾ RCC സ്ട്രക്ചേഴ്സ് കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ നമ്മളിതാ ഈ സ്ട്രെസ് സ്ട്രെയിൻ കർവിൻ്റെ ഇത്രയും ഭാഗം മാത്രമേ എടുക്കുന്നുള്ളൂ. ഓക്കെ, അപ്പം ഇലാസ്റ്റിക് തിയറി അനുസരിച്ച് നമ്മൾ സ്ട്രെസ് സ്ട്രെയിൻ
എന്ന് പറയുന്ന കേർവ് ഇറ്റ് ഇസ് ലീനിയർ എന്നാണ് അസ്യൂം ചെയ്യുന്നത്. അതിൻ്റെ ബാക്കി പോർഷൻസ് എടുക്കുന്നില്ല. പക്ഷേ പ്ലാസ്റ്റിക് അനാലിസിസിൽ നമ്മൾ പറയുന്നത് ആ ഒരു സ്ട്രക്ചർ എല്ലാ സ്ട്രെയിനും അനുഭവിച്ച് ഏറ്റവും ലാസ്റ്റ് വന്നിട്ട് ഈ ഒരു പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോമേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് അത് ഫെയിൽ ആവുന്നത് എന്നുള്ളതാണ്. സോ അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ട്രക്ചറിനെ മാക്സിമം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും പ്ലാസ്റ്റിക് അനാലിസിസിൽ. ഇപ്പോൾ സ്റ്റീൽ സ്ട്രക്ചേഴ്സിനാണ് പ്ലാസ്റ്റിക് അനാലിസിസ് സാധാരണ യൂസ് ചെയ്യുന്നത്. ഇനി ഒരു RCCയുടെ ജനറൽ നമ്മളൊരു സ്ട്രെസ് ഡയഗ്രാം വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു RCC ബീമുണ്ട്, അതിൻ്റെ നടുക്ക് ന്യൂട്രൽ ആക്സിസ് പോകുന്നുണ്ട്, താഴെ എന്താ വരിക, റീഇൻഫോഴ്സ്മെൻറ്റ് ബാർസ് ഉണ്ട് അല്ലേ. അപ്പം ഏറ്റവും മുകളിൽ കംപ്രഷനും ഏറ്റവും താഴെ ടെൻഷനും വരും, മാക്സിമം ടെൻഷൻ മാക്സിമം കംപ്രഷൻ. ഇങ്ങനെയായിരിക്കും ഒരു ഒരു സ്ട്രെസ് ഡയഗ്രാം നമുക്ക് കിട്ടുന്നത് അല്ലേ. അപ്പം ഈ ഏറ്റവും മുകളിലുള്ളതിനെ നമ്മൾ ഈൽഡ് സ്ട്രെസ് എന്നാണ് വിളിക്കുന്നത്. ഈൽഡ് സ്ട്രെസ് മുകളിലും താഴെയും ഇറ്റ് ഈസ് ഈൽഡ് സ്ട്രെസ് എന്ന് നമുക്ക് പറയാം. ഇനി നമ്മൾ കുറച്ചും കൂടെ സ്ട്രെസ് കൂട്ടുകയാണ്. അപ്പോൾ ആ സ്ട്രെസ് വിൽ ബി ട്രാൻസ്ഫേർഡ് ടു ലോവർ ഫൈബേഴ്സ്, അതായത് താഴത്തെ ഫൈബേഴ്സിലേക്ക് സ്ട്രെസ്, ഈ ഈൽഡ് സ്ട്രെസ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടും. അങ്ങനെ ഈൽഡ് സ്ട്രെസ് ട്രാൻസ്മിറ്റ് ചെയ്ത് അതിൻ്റെ സ്ട്രെസ് ഡയഗ്രാം ഇങ്ങനെയാവും, FI. അപ്പോൾ കുറച്ച് താഴത്തെ ഫൈബേഴ്സിലോട്ടും കൂടെ ഈൽഡ് സ്ട്രെസ് ട്രാൻസ്മിറ്റ് ചെയ്യും. ഇനി നമ്മളതിന് മാക്സിമം സ്ട്രെസ് കൊടുക്കുകയാണ്, മാക്സിമം അതിന് താങ്ങാൻ പറ്റുന്ന ഏറ്റവും മാക്സിമം സ്ട്രെസ് കൊടുത്തു കഴിയുമ്പോഴേക്കും അതിൻ്റെ എല്ലാ ഫൈബേഴ്സിലും എന്താവും, ഈൽഡ് സ്ട്രെസ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈൽഡ് സ്ട്രെസ് ആവുകയും പിന്നെ അവിടെ എന്താണ് ഒരു പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോമേഷൻ സംഭവിച്ച് ആ സ്ട്രക്ചർ ഫെയിൽ ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന മൊമെൻറ്റിന് ഈൽഡ് മൊമെൻറ്റ് എന്നും ഇവിടെ ഉണ്ടാകുന്നതിന് പ്ലാസ്റ്റിക് മൊമെൻറ്റ് എന്നുമാണ് പറയുന്നത്. ഇനി ഷേപ്പ് ഫാക്ടർ എന്താണെന്ന് നോക്കാം. ഷേപ്പ് ഫാക്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് പ്ലാസ്റ്റിക് മൊമെൻറ്റ് ആൻഡ് ഈൽഡ് മൊമെൻറ്റ്. ഇതിൻ്റെ രണ്ടിൻ്റെയും റേഷ്യോനെയാണ് ഷേപ്പ് ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഷേപ്പ് ഫാക്ടർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത്. അപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് വന്നിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനൊരു സ്ട്രെസ് സ്ട്രെയിൻ കർവ് ആയിരിക്കും ഉള്ളതല്ലേ. ഈ ഭാഗത്ത് വരുമ്പോൾ സ്ട്രെസ് കുറച്ചും കൂടെ ട്രാൻസ്മിറ്റ് ചെയ്ത് ഇങ്ങനൊരു സ്ട്രെസ് സ്ട്രെയിൻ കർവ് ആവും. ഇവിടെ എത്തുമ്പോഴേക്കും ഇറ്റ് വിൽ ബി ടോട്ടലി ഇങ്ങനെയാവും. അപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ ഷേപ്പ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഈ ഇവിടുത്തെ മൊമെൻറ്റ് MP ബൈ ഇവിടുത്തെ മൊമെൻറ്റ് MY ആണ്. ഓക്കെ, അപ്പോൾ MP ബൈ MY എന്ന് പറയുന്നതാണ് ഷേപ്പ് ഫാക്ടർ. അപ്പോൾ ക്വസ്റ്റനിൽ ചോദിച്ചേക്കുന്നത് സർക്കുലർ സെക്ഷൻ്റെ ഷേപ്പ് ഫാക്ടറാണ് ചോദിച്ചേക്കുന്നത്, സർക്കുലർ സെക്ഷൻ്റെ. അപ്പോൾ നമുക്ക് കുറച്ച് സെക്ഷൻസിൻ്റെ ഷേപ്പ് ഫാക്ടേഴ്സ് പഠിച്ച് വെച്ചേക്കാം. ഇപ്പോൾ റെക്റ്റാങ്കുലർ സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഷേപ്പ് ഫാക്ടർ 1.5. സർക്കിൾ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് 1.697 ഓർ അപ്രോക്സിമേറ്റ്ലി 1.7 എന്നും പറയാം. ട്രയാങ്കിൾ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് 2.34. ഓക്കെ, ഒരു ഡയമണ്ട് ഷേപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് 2. ഓക്കെ, അപ്പം ഇത്രയും സെക്ഷൻസിൻ്റെ ഷേപ്പ് ഫാക്ടർ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് സർക്കുലർ സെക്ഷൻ്റെ ആണ്, അതുകൊണ്ട് അത് 1.697 എന്നുള്ളതാണ് ഏറ്റവും കറക്റ്റ് ആൻസർ. So answer is option C, 1.697. ഷേപ്പ് ഫാക്ടർ എന്താണ് എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The most economical section for a column is option A rectangular, option B solid round, option C flat strip, option D tubular section. So ഇത് പറയുമ്പോൾ എനിക്ക് മറ്റൊരു ടേം എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട്, അതായത് സ്ലെൻഡർനെസ് റേഷ്യോ. സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് L effective ബൈ K മിനിമം എന്ന് പറയും. K എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് വെച്ചാൽ എന്തായിരിക്കും, K is equal to √I/A. I എന്ന് പറഞ്ഞാൽ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ആണ്. മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുമ്പം
രണ്ട് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ വരാറുണ്ട്. ഐ എക്സ് എക്സും വരാറുണ്ട്, ഐ വൈ വൈയും വരാറുണ്ട്. ഇതിൽ രണ്ടിലെയും ഏറ്റവും കുറഞ്ഞ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ വെച്ചിട്ട് ചെയ്യുന്നതാണ് കെ മിനിമം, ലീസ്റ്റ് റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയുന്നത്, വിച്ച് ഈസ് റൂട്ട് ഓഫ് ഐ മിനിമം ബൈ എ. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞേക്കുന്ന സെക്ഷൻസിൽ ഈ സ്ലെൻഡർനെസ് റേഷ്യോയുടെ വാല്യൂ, ലാംഡ എന്ന് പറയുന്ന സ്ലെൻഡർനെസ് റേഷ്യോ വിച്ച് ഈസ് എൽ എഫക്റ്റീവ് ബൈ കെ മിനിമം. സ്ലെൻഡർനെസ് റേഷ്യോ ഏറ്റവും കുറവായിരിക്കണം. മോസ്റ്റ് എക്കണോമിക്കലായിട്ട് നമുക്ക് സെക്ഷൻ ഡിസൈൻ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ സ്ലെൻഡർനെസ് റേഷ്യോൻ്റെ വാല്യൂ എന്തായിരിക്കണം? ഏറ്റവും കുറവായിരിക്കണം. സ്ലെൻഡർനെസ് റേഷ്യോ കുറവാവണം എന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായിരിക്കണം? ന്യൂമറേറ്റർ കൂടി കഴിഞ്ഞാൽ ഇതിൻ്റെ വാല്യൂ കൂടുകയല്ലേ ചെയ്യുക. സോ ന്യൂമറേറ്ററിന് പകരം ഇപ്പോൾ എൽ എഫക്റ്റീവ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എന്താണ്? ഈ കെയുടെ വാല്യൂ ആണ്. കെ മിനിമം എന്ന് പറയുന്നത് ഏറ്റവും മാക്സിമം ആക്കാൻ നോക്കണം. ഡിനോമിനേറ്റർ ഏറ്റവും കൂടാൻ നോക്കണം. ഓക്കെ, എങ്കിലും നമുക്ക് സ്ലെൻഡർനെസ് റേഷ്യോൻ്റെ വാല്യൂ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ കെ മിനിമം കൂട്ടണം എന്നുണ്ടെങ്കിൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഇവിടെ ഐ മിനിമം എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഐ മിനിമം നമ്മൾ കൂട്ടണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ പറഞ്ഞേക്കുന്ന സെക്ഷൻസിൽ ട്യൂബുലാർ സെക്ഷൻ ആണ് ഏറ്റവും കൂടുതൽ എക്കണോമിക്കലായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്ലെൻഡർനെസ് റേഷ്യോ ഏറ്റവും കുറഞ്ഞിരിക്കുന്നത് എന്തിൻ്റെ കേസിലാണ്? ട്യൂബുലാർ സെക്ഷൻ്റെ കേസിലാണ്. സോ ഇവിടെ മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി, എന്താണ്? ട്യൂബുലാർ സെക്ഷനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The cross-section of a standard fillet is a triangle whose base angles are option A 45 degree and 45 degree, option B 30 degree and 60 degree, option C 40 degree and 50 degree, and option D 20 degree and 70 degree. അപ്പോൾ ഫില്ലറ്റ് വെൽഡിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ആംഗിൾ സെക്ഷനുണ്ട്, അതിൻ്റെ അകത്ത് വെൽഡ് വരിക ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, അപ്പം ഇവിടെ സൈസ് ഓഫ് വെൽഡ് എന്ന് പറഞ്ഞാൽ സ്പെസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മളൊരു ട്രയാങ്കിൾ മാർക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ റീജിയൻ നമ്മളിങ്ങനെ മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സൈഡുകളാണ് നമ്മൾ സൈസ് ഓഫ് വെൽഡ് കൊണ്ട് ഡെപിക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഇതാണ് തിക്നെസ് ഓഫ് വെൽഡ്, TE. ഇനി സൈസ്, തിക്നെസ്സും പിന്നെ ഈ ഒരു ആംഗിൾ ഉണ്ടല്ലോ തീറ്റ, അപ്പോൾ ഈ ആംഗിളിൻ്റെ വാല്യൂ ആണ്. ഒരു സ്റ്റാൻഡേർഡ് ഫില്ലറ്റ് വെൽഡ് ആണെന്നുണ്ടെങ്കിൽ ഈ ആംഗിളിൻ്റെ വാല്യൂ വിൽ ബി, ഈ രണ്ട് ആംഗിൾസും ഇറ്റ് വിൽ ബി 45 ഡിഗ്രി ആണ് വരുന്നത്. ആൻഡ് ഈ സൈസും എഫക്റ്റീവ് തിക്നെസ്സും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് വിൽ ബി √2:1. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പലതവണ റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെ ദ ക്രോസ് സെക്ഷൻ ഓഫ് എ സ്റ്റാൻഡേർഡ് ഫില്ലറ്റ് ഇസ് എ ട്രയാങ്കിൾ ഹൂസ്, ഈ ഒരു ട്രയാങ്കിളാണ്. സോ ഈ ട്രയാങ്കിളിൻ്റെ അകത്ത് അതിൻ്റെ ആംഗിൾ എത്രയാണ് വരുന്നത്? ഈ ഒരു ട്രയാങ്കുലർ പോർഷനിൽ അതിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് ഇവിടെ 45 ഡിഗ്രി, ഇവിടെ 45 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ ഒരു സ്റ്റാൻഡേർഡ് ഫില്ലറ്റ് വെൽഡ് എന്ന് പറയാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് സെക്ഷണൽ ഏരിയ ഓഫ് എ ടെൻഷൻ മെമ്പർ ഇസ് ഈക്വൽ ടു ഇറ്റ്സ് ഗ്രോസ് സെക്ഷണൽ ഏരിയ പ്ലസ് ദ ഏരിയ ഓഫ് റിവറ്റ് ഹോൾസ് ആണോ, ഡിവൈഡഡ് ബൈ ദ ഏരിയ ഓഫ് റിവറ്റ് ഹോൾസ് ആണോ, മൾട്ടിപ്ലൈഡ് ബൈ ദ ഏരിയ ഓഫ് റിവറ്റ് ഹോൾസ് ആണോ, മൈനസ് ദ ഏരിയ ഓഫ് റിവറ്റ് ഹോൾസ് ആണോ, നൺ ഓഫ് ദിസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വളരെ സിമ്പിളാണ്. നമുക്കറിയാം നെറ്റ് ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ റിവറ്റ് ഹോൾസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഈ ഒരു ഭാഗത്തുള്ളതാണ് അതിൻ്റെ ഗ്രോസ് ക്രോസ് സെക്ഷണൽ ഏരിയ. അതായത് ഹോൾസ് റിഡ്യൂസ് ചെയ്യാതെ എടുക്കുന്നത്. ഇനി ഇവിടെ എടുക്കുമ്പോൾ നമ്മൾ എന്താണ് അതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയയിൽ നിന്നും ഈ ഹോൾസിൻ്റെ ഡയമീറ്റർ റിഡ്യൂസ് ചെയ്തിട്ടായിരിക്കും എടുക്കുന്നത്. ഹോൾസിൻ്റെ ഏരിയ റിഡ്യൂസ് ചെയ്തിട്ടായിരിക്കും എടുക്കുന്നത്. അതിനെയാണ് നെറ്റ് ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുന്നത്. സോ ആൻസർ വരുന്നത് ഗ്രോസ്
സെക്ഷണൽ ഏരിയ മൈനസ് ദ ഏരിയ ഓഫ് റിവറ്റ് ഹോൾസ്. ക്രോസ് സെക്ഷണൽ ഏരിയ ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെ ഹോൾ ഇല്ലാത്ത ഏതൊരു ഭാഗത്ത് എടുത്താലും അത് ക്രോസ് സെക്ഷണൽ ഏരിയ ആണ് നമ്മൾ എടുക്കുക. പക്ഷേ ഹോൾ വരുന്ന ഭാഗത്ത് എടുക്കുമ്പോഴത്തേനും നമ്മൾ അതിൻ്റെ ഈ ഒരു ഭാഗത്തിൻ്റെ ഏരിയ ആ ഒരു ക്രോസ് സെക്ഷൻ ഫുൾ എടുത്തിട്ട് അതിൽ നിന്നും അതിൻ്റെ അകത്തുള്ള ആ ഒരു ഹോളിൻ്റെ ആ ഭാഗം നമ്മൾ ഡെഡ്യൂസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി വന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റോട്ട് അയൺ കണ്ടെയ്ൻസ് കാർബൺ അപ് ടു. റോട്ട് അയണിൽ വന്നിട്ട് ആൻസർ ഒരു ഓപ്ഷൻ എ ആണ്. 0.25% കാർബൺ ആണ് റോട്ട് അയണിൽ വരുന്നത്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ നമുക്ക് ഇന്നിത് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോയിൽ വേറെ കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഇപ്പം ഏറ്റവും ആദ്യം വരാൻ പോകുന്നത് January 8 എക്സാമാണ്. സോ ബിൽഡിംഗ് മെറ്റീരിയൽസ് അങ്ങനത്തെ സബ്ജക്ട്സിലെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.